ഞാൻ അത് തന്നെ ആലോചിക്കുന്നത്. ഈ അപ്പച്ചിയും അമ്മമ്മ എന്നെ കാണുമ്പോഴത്തേക്കിന് എന്തിനാ ഒളിച്ചും പാത്ത് നടക്കുന്നേ? അമ്മമ്മ പാത്തിയെ അപ്പച്ചി ഖേ ഖേ ഖേ, അപ്പാത്തിയെ അപ്പച്ചി ഖൂ ഖൂ ഖൂ. കൂവക്കിഴങ്ങ് മേടിച്ചോണ്ടോ? സന്ധ്യ, അമ്മച്ചിയെ, അമ്മച്ചിയെ, എന്ത് പാടാ ഇറക്കാ? ഞാൻ വാ അമ്മച്ചിയെ. ഓ വരുന്നു. അമ്മച്ചി, ആ തലയിൽ എടുത്തോണ്ടോ? തോർത്ത് മൊത്തം നനഞ്ഞിരിക്കുവാ. ആ തോർത്ത് ഇങ്ങോട്ട് താ, ഇങ്ങോട്ട്. എടാ, ഈ മഴ തിറങ്ങി നടന്നാ നിനക്ക് പനി പിടിക്കത്തില്ലേ? ഇത്തിരി ആസാരി പൊടി തേക്ക്, പനി ഉണ്ടെങ്കിൽ മാറും കേട്ടോ. അമ്മച്ചേ, എന്നാ പിടിച്ച പച്ചക്കറി. ഓ പിന്നെ നമ്മുടെ സിവിച്ചന്റെ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കാൻ ചെന്നപ്പോഴേ ആ സിവിച്ചന്റെ ഒരു നോട്ടം കാണണം. എന്നാടാ? അയാളുടെ വിചാരം നമ്മളാണ്ട് കടം മേടിക്കാൻ ചെന്ന് നിൽക്കുന്ന പോലെ. അപ്പൊ നീ കടം മേടിക്കാനല്ലേ ചെന്നത്? നമ്മൾ അവിടുന്ന് പച്ചല്ലേ അമ്മച്ചി മേടിച്ചോണ്ടിരിക്കുന്നേ? പച്ചക്കറി ആയോണ്ട് ഭാഗ്യം, അല്ല അവൻ പച്ച തെറി വിളിച്ചാനോ അല്ലേ. അമ്മച്ചി, ഓ ആ സന്ധ്യയോട് ഇച്ചിരി വെള്ളം ചൂടാക്കാൻ പറ, എനിക്കൊന്ന് കുളിക്കണം. നിനക്കെന്നാടാ ഭ്രാന്താണോ? എന്തോ അമ്മച്ചി? എടാ നീ അവളെ കൂടെ ഇല്ലടാ രാവിലെ പെരവാസ്തോലിക്ക് പോയത്? അയ്യോ 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 അല്ല അയ്യോ, ഞാനും അവളും കൂടെ പെരവാസ്തോലിക്ക് പോയി. അവിടെ ചെന്ന് പെരവാസ്തോലി കഴിഞ്ഞിട്ട് നേരെ തിരുവല്ല ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഭയങ്കര മഴ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം, നീ മഴ നനയണ്ട, നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പറഞ്ഞേച്ച് ഞാൻ നേരെ പച്ചക്കറി മേടിക്കാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്ന് പച്ചക്കറി മേടിച്ചോണ്ട് ഇറങ്ങിയപ്പോ രാജീവനെ കണ്ട്. അവന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുവല്ലായിരുന്നോ? പിന്നെ അവനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കിന് ബോസ് ഓട്ടോയുമായിട്ട് വന്ന്. അവൻ എന്നോട് ചോദിച്ചേട്ടാ വീട്ടിലോട്ടാണെങ്കിൽ കേറിക്കോളാൻ പറഞ്ഞു. ഞാൻ അവന്റെ കൂടെ ഇനി പോരുകയും ചെയ്ത് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ അവളെ വെച്ച് മറന്നമ്മച്ചി. എനിക്കിനി വയ്യ, എനിക്കിനി കിടക്കം പറഞ്ഞില്ല. നീ അവള് കലിതുള്ളി ആയിരിക്കും വരുന്നത്. അമ്മച്ചി, വെളുത്തുള്ളി ചുമന്നുള്ളി എന്തോ ഈ കലിതുള്ളി? ദേഷ്യപ്പെട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നെന്ന്. അവിടെ ദേഷ്യം മാറ്റാനേ ഒരു കുഴിമന്തി അങ്ങ് മേടിച്ചു കൊടുത്താ പോരെ അമ്മച്ചി? അങ്ങനെയാണ് നീ ഇവിടെ ഒരു കുഴിയങ്ങ് എടുത്താ പോലെ. അതെന്തിന്? അവള് വരുമ്പോ നിന്നെ അതിനകത്തൊക്കെ മോടിക്കോളും അമ്മച്ചി. പിന്നെ ഒരു കാര്യം, ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കരുത്, ഇവിടെ കേട്ടല്ലോ. അതിന് ഞാൻ അവളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അമ്മച്ചി. അവളല്ല, പിന്നെ നിന്റെ കാര്യമാ പറഞ്ഞത്. ഓട്ട വരുന്നടാ. അയ്യോ താണ്ട വരുന്നു. ഇതാണ് മാടമ്പള്ളിയിലെ ചിത്തരോഗി സന്ധ്യ. ഓ സന്ധ്യ, നീ എന്നാലും എന്നെ മറന്നെങ്കിൽ നീ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നില്ലേ? അയ്യോ, ഒറ്റ അക്ഷരം മിണ്ടി പോയല്ലോ പറഞ്ഞോട്ടോ. നിങ്ങളൊരു ഒറ്റ അക്ഷരം മിണ്ടി പോയക്കരുത് എന്നോട്. പാതിരാത്രി 12 മണി ഒരമ്മയും മാനും പ്ലാൻ ചെയ്യുന്നു. പിറ്റേ ദിവസം സുന്ദരിയായ മരുമകളെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ കളയുന്നു. കഥയാണോ മോളെ? തീരുള്ള കഥയല്ല പറഞ്ഞത്, എന്റെ കഥയാ പറഞ്ഞത്. മനുഷ്യരെ, നിങ്ങളെന്തോ മിണ്ടായിക്കുന്നത്? നിങ്ങളെന്തോ മിണ്ടായിക്കുന്നത്? സന്ധ്യ, ഇങ്ങനെ നമുക്ക് പറയാതെ എനിക്ക് വയറ്റുവേദന എടുക്കുമെന്ന്. എടാ ഇതിനകത്ത് പഴമില്ലയോടാ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ? എന്റെ കുഞ്ഞിനെ അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞ കേട്ടോ. കുഴപ്പം എന്താ? എടി അവൻ ഇച്ചിരി മറവിയല്ലോ കുഴപ്പം. ഇച്ചിരി മറവിയോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലയോ? എന്താ? കഴിഞ്ഞ ഞായറാഴ്ച പാതിരാത്രി ഞാൻ പോലീസ് സ്റ്റേഷൻ ഇയാളെ ഇറക്കിക്കൊണ്ട് വന്നത്. നീയും പോലീസുകാരായിട്ട് എന്തോടാ ആവശ്യം? അയ്യോ, ഞാൻ പോലീസുകാരുമായിട്ട് ഒരു പ്രശ്നത്തിനും പോയില്ലമ്മേ. പിന്നെ അവള് പറയുന്നു എനിക്കറിയാൻ മേല. അതല്ലെന്ന്, ഇങ്ങനെ പാതിരാത്രി മുറ്റത്തിറങ്ങി മൂത്രം ഒഴിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അറിയില്ല, പ്ലാവിന്റെ തെങ്ങിന്റെ മൂട്ടയും തെളിയും മൂത്രം ഒഴിക്കുന്നത്. പക്ഷെ അന്ന് മാറിപ്പോയി. എടി മരമല്ലേ മാറിപ്പോയി, അതിനിപ്പോ എന്താ കുഴപ്പം? മരം മാറിയല്ല, വീട് മാറി അപ്പുറത്തെ വീട്ടിൽ കയറി കിടന്നുറങ്ങി. അതിനാ പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. കൊള്ളാം കൊള്ളാം, അത് നല്ല കൂത്താ. ഇവിടെ എത്ര ആൾക്കാർ രാത്രി കിടന്ന് സ്വപ്നം കാണുന്നു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഡോക്ടറെ പോയി കൊണ്ട് കാണിക്കണമെന്ന്. അമ്മച്ചി എന്തോ അമ്മച്ചി പറയുന്നേ? ഞാൻ ഇന്നാള് ഗവൺമെന്റ് ആശുപത്രി പോയതല്ലേ ഡോക്ടറെ കാണാൻ. അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവിടെ മേളിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കുന്നു ഓർത്തോ എന്ന്. ഞാൻ അത് ഓർത്തോണ്ട് കാര്യം ഓർത്തില്ല. ഇപ്പൊ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. സന്ധ്യ, നീ പിന്നെ എങ്ങനെയാ വന്നേ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. എന്റെ അമ്മേ, എത്ര നേരമാണെന്നറിയാം ഞാൻ ആ വീട്ടിൽ ചെടിയുന്നത്. അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോ നാളെ അപ്പുറത്തെ വീട്ടിലെ സുഖു അതുവഴി ബൈക്കേ വന്നു. അവൻ എന്നെ കണ്ടിട്ട് എന്നോട് ചോദിക്കുവാ, ചേച്ചി കയറുന്നോന്ന്. അപ്പൊ നീ കയറി കാണും. ഞാൻ കയറിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അതുവഴി വണ്ടിയെ വന്ന് എന്നോട് ചോദിച്ചു, മോളെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ കയറുന്നോ, ഞാൻ വീട്ടിൽ കൊണ്ട് വിടാമെന്ന്. അന്നേരം നീ കയറി കാണുമായിരിക്കും. ഞാൻ കയറിയില്ല. എന്നിട്ട് വേണം നിങ്ങൾക്ക് നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ. ഞാൻ കണ്ടാറോടെ വണ്ടി കയറി നടക്കുന്നു, പരിചയക്കാരോടല്ല. അമ്മച്ചി ഇതേ ഇങ്ങോട്ട് നോക്കിയേ. എന്റെ പെണ്ണുമ്പോൾ അങ്ങനത്തെ ആളൊന്നും അല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവൾ അങ്ങനെ പോണവളല്ല. ആട്ടെ, പിന്നെ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? അയ്യോ, അങ്ങനെ ഞാൻ നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഒരു പരിചയമില്ലാത്ത ഒരു ബംഗാളി എന്ന് വിളിച്ച് സൈക്കിളെ വന്നു. അവനോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. അവന് സൈക്കിളിന്റെ ചാടി വണ്ടി കയറി അങ്ങനെ ഇവിടെ വന്നത്. ഇതാകുമ്പോ നാട്ടുകാർ ഒന്നും പറയത്തില്ല. അതെന്തോ അതാളാ നിങ്ങൾ ഒരു മോനെ വെച്ച് സംസാരം പറയുന്നത്? പിന്നെ നീ കണ്ട ബംഗാളിയോട് കൂടെ ഇവിടെ കയറി വരുന്ന കാര്യം നാട്ടുകാരോട് മുമ്പ് ഞാൻ കയറി വന്നു. നാട്ടുകാരോട് വല്ല കയറി വന്നു. എന്തോ ബഹളമായത്
അമ്മയും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് ഞാനൊരു കാര്യം രണ്ടുപേരോടും പറഞ്ഞേക്കാം. എന്തുവാ പറയാൻ വന്ന എന്തെന്ന് മറന്നുപോയി ഞാൻ. കണ്ടോ, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ ഇരിക്കത്തില്ല. ഇങ്ങാറെ ഇത് മാറാനുണ്ടല്ലോ, ഞാൻ ഈ വീട്ടിൽ കറ എന്റെ കുഞ്ഞിനെ വിളിച്ചാൽ ഞാൻ വീട്ടിൽ പോകും. നീ എവിടെ പോന്നു? ഞാൻ എന്റെ വീട്ടിൽ പോന്നു. എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കാന്? ഈ ചെറുക്കന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോയാ മതി. അതെന്തൊരു വർത്താനോ നിങ്ങൾ പറയുന്നത്? ആലുകാച്ചി വീട്ടിൽ പോയി മൂക്കുമുട്ട തിന്നേച്ച് വന്ന മനുഷ്യൻ ഞാനെന്താ കൊടുക്കാനാ? എടി അതല്ലല്ലോ, സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കണം. എടി 10 പവന് 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാന്നോ? എന്നിട്ട് അവൻ എത്ര കൊടുത്തേ? വെറും 5000 രൂപ. ആ മണകണാഞ്ച അതും മറന്നേച്ച് നിക്കുവാ. അമ്മച്ചേ ഇങ്ങോട്ട് വന്നേ രണ്ടുപേരും. ഞാൻ കയറത്തി തന്റെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. ഞാനല്ലേ പറഞ്ഞ ഇങ്ങോട്ട് വന്നേ. ഞാൻ രണ്ടുപേരോട് ഒരു കാര്യം പറയാം. എന്റെ മറവിയല്ലേ പ്രശ്നം? അതാ ഇവിടുത്തെ പ്രശ്നം. ആണല്ലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മറവി ഇനി ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും ദൈവത്തെ ഓർത്ത് വഴക്കടിക്കാതെ പെരക്കാത്തോട്ട് പോ. ഇവിടുന്ന് പോ. ഇതുപോലൊരു മോനും ഒരു മരുമോളും രണ്ടുപേരും പോ. അയ്യോ നല്ലതാ. അപ്പൊ എന്റെ മറവിയാണ് പ്രശ്നം. സാരമില്ല, എന്റെ മറവി മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാളെ മുതൽ ഞാൻ മറവിയുള്ള പൊന്നുകൂട്ടനല്ല, ഓർമ്മയുള്ള പൊന്നുകൂട്ടനാണ്. ഇത് സത്യം സത്യം സത്യം. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കൗസല്യാ സുപ്രജാ രാമപൂർവ. ഒന്നുകൂട്ടോ, കാപ്പി ആണ്ട് ഇവിടെ ഇരിക്കുന്ന എടുത്തു ഓടിക്കണം, മറക്കരുത് കേട്ടാ. ഗ്യാസ് ഓഫ് ചെയ്തോ അമ്മേ? അയ്യോ ഗ്യാസ്. ഇനി മേലാൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടല്ലോ. സന്ധ്യേ, സന്ധ്യേ, എന്തുവാമേ? എന്തുവാമേ? എന്റെ നടുവിന് പരത്താനുള്ള കുഴമ്പിങ് എടുത്തോണ്ട് വന്നേ. കുഴമ്പോ? അതിന് എവിടാണോ ഇരിക്കുന്നത് നോക്കട്ടെ. സന്ധ്യേ, അലമാരിയുടെ 3ാമത്തെ കള്ളിയില് വലത്തെ സൈഡിലെ മൂലയ്ക്ക് ആ കുഴമ്പിരിപ്പുണ്ട്. ഇനിയെങ്കിലും കുഴമ്പ് വെക്കുന്ന സ്ഥലം മറക്കരുത്. പിന്നെ EMI-യുടെ അടവുള്ളതാ. അയ്യോ ഇത് അടവല്ല, കറക്റ്റ് ആയിട്ട് നടുവിന് വേല ഉള്ളതാ. അതല്ല പറഞ്ഞത്, അടുത്ത മാസം 1-ാം തീയതി EMI-യുടെ അടവുള്ളതാ. കറക്റ്റ് ആയിട്ട് അടക്കണം, മറക്കരുതെന്ന്. ഇതൊക്കെ അമ്മി കേൾക്കുന്നേ? ഇതെന്തുവാണ് ചേട്ടന്റെ അസുഖം മാറി തോന്നുന്നു? അതെ, അവന്റെ അസുഖം മാറിയെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷമായില്ലയോ? നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് പായസം വെച്ച് നാട്ടുകാർക്കെല്ലാം കൊടുത്താലോ? അത് നല്ലതാ. നമുക്കൊരു നല്ല സന്തോഷമുള്ള ദിവസമില്ലേ? മോള് പറഞ്ഞ കറക്റ്റ് കാര്യ. നമുക്ക് എല്ലാവരും കൂടെ അമ്പലത്തിൽ പോലെ രാവിലെ. ശരി ശരി, അങ്ങനെയാണ് ഞാൻ ഒരുങ്ങാം. ശരി ചേട്ടാ. ചേട്ടാ, നമുക്കെല്ലാവരും രാവിലെ ഒന്ന് ഒരുങ്ങി അമ്പലത്തിൽ പോയാലോ? നല്ല കാര്യമാണ്, അമ്പലത്തിൽ പോണം. എന്നല്ലേ ഞാൻ കുഞ്ഞു കിടന്നോ, കുഞ്ഞിനെ ഒന്ന് ഉണർത്തിയിട്ട് ഞാൻ കുളിപ്പിക്കട്ടെ. പോട്ടെ. സന്ധ്യേ, നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്? രാവിലെ 7:30 ആയപ്പോ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കി ഞാൻ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ വേണം വൈകുന്നേരം വന്ന് വിളിച്ചോണ്ട് വരാൻ. കണ്ടോടി, അവൻ രാവിലെ തന്നെ 7 മണിയായപ്പോ കുഞ്ഞിനെ കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ട് വിട്ടെന്ന്. ഏത് ഞായറാഴ്ച സ്കൂൾ തുറന്നു വെച്ചിരിക്കുന്നത്? പോയി വിളിച്ചോണ്ട് പോകാൻ കുഞ്ഞിനെ.